അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആതിര അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും മിട്ടും ഉണ്ട്. അപ്പോൾ അവൾ വരുന്ന വിവരം ഡേറ്റ്സ് ഒന്നും ഞങ്ങളോട് പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച് അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് 12 മണിക്ക് അങ്ങോട്ട് പോവുകയാണ്. അവളെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുക. ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ തന്ന ആദിക്ക് തിരിച്ച് സർപ്രൈസ് കൊടുക്കാൻ വന്നേക്കാണ്. എന്താവും കണ്ടു നോക്കാം. ഇത് ഒറ്റയ്ക്കല്ല, ഈ വിജയം പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ പുത്രനും എൻ്റെ ഭർത്താവുമാണ് പോകുന്നത്. എന്താവും നോക്കാം. ഈ ഒരു സർപ്രൈസ് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മാളു കൊച്ചിക്ക് പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവൾ ശരിക്കും പോയിട്ടില്ല. അപ്പോൾ അവൾ നാട്ടിലുണ്ട്. അപ്പോൾ അവളെയും വെച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു സർപ്രൈസും കൂടെ കൊടുക്കുന്നുണ്ട്. അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെയാ വന്നേ? ഇതോ അപ്പുറത്താണോ? ഓക്കെ. എങ്ങനെയുണ്ട് സർപ്രൈസ്? എല്ലാ ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഇൻഫ്ലുവൻസറിന്റെ വീഡിയോകളിലും കൂട്ടുകാരെ സർപ്രൈസ് ആയിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന കൂട്ടുകാരെയാണ് നാം കാണാറ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരി വെറും വെറൈറ്റി ആയതുകൊണ്ട് എന്നെ പൊതിരെ തല്ലിയിട്ടാണ് ഇരുത്തിയത്. ഞാനിതിൽ പ്രതിഷേധിക്കും. എക്സ്പ്രഷനാണ് 12 മണിക്കുള്ള കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.